പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചടയമംഗലം പഞ്ചായത്തിലെ മേടയിൽ ഇന്നു രാവിലെ മുതൽ ഭീതിയിലാഴ്ത്തിയ പേവിഷ ബാധിച്ച പട്ടിയെ അത് പിടിക്കുന്ന വിദഗ്ധർ വന്ന് പട്ടിയെ പിടിച്ച് ഇരിക്കുകയാണ്. അവർ ഇനി ഡോഗ് ക്യാച്ചേഴ്സ് അവർ വന്ന് പട്ടിയെ പിടിച്ചിരിക്കുകയാണ്. നിരവധി വളർത്തുമൃഗങ്ങളെയും അതുപോലെ മനുഷ്യരെയും ഉപദ്രവിച്ച പേവിഷ ബാധിച്ച ഒരു പട്ടിയായിരുന്നു. അതിന് വളരെ പരിശ്രമങ്ങൾക്ക് ശേഷം ഒരുപാട് മണിക്കൂറിൻ്റെ തിരച്ചിലിന് ശേഷം മേടയിൽ ജംഗ്ഷനിൽ തന്നെ കിട്ടുകയുണ്ടായി. അതിനെ ഒരു ക്യാച്ച് ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ തത്സമയ ദൃശ്യമാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പ്രിയപ്പെട്ട സാക്ഷിയുടെ പ്രേക്ഷകരെ, നമ്മളോടൊപ്പം ഇപ്പോൾ പങ്കുചേരുന്നത് ചടയമംഗലത്തിൻ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മെമ്പർ ശ്രീമതി ബിന്ദു അവർകളാണ്. ഇന്ന് രാവിലെ ചടയമംഗലത്ത് മേടയിൽ ജംഗ്ഷനുണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിലാണ് മെമ്പർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. ഇന്ന് രാവിലെ ചടയമംഗലം മേടയിൽ ജംഗ്ഷനിൽ ഒരു പേപ്പട്ടി ഇറങ്ങുകയും ജനങ്ങളെ ഉപദ്രവിക്കുകയും സിറ്റൗട്ടിലിരുന്നൊരു പെൺകുട്ടിയെ കടിക്കുകയും തൊട്ടടുത്ത് 2 വീടുകളിൽ വളർത്തിയ നായ്ക്കളെ ഉപദ്രവിക്കുകയും അതോടൊപ്പം മേടയിൽ ജംഗ്ഷൻ ഭാഗത്തുണ്ടായിരുന്ന തെരുവ് നായകളെ കടിക്കുകയും ചെയ്തൊരു സംഭവം ഉണ്ടായി. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് മെമ്പർക്ക് പറയാനുള്ളത്? രാവിലെ 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എന്നെ ഇതുപോലെ ആ ഭാഗത്ത് നിന്നും വിളിച്ചിട്ട് ഇങ്ങനെ തെരുവ് നായി ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന സമയത്ത് തന്നെ ഞാനും ആശുപത്രിയിൽ വരികയും ആനന്ദ് ഡോക്ടറെ അടുത്ത് വിവരം പറയുകയും അവർക്ക് വാക്സിൻ എല്ലാം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് തെരുവ് നായ്ക്കളെ കടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ വീടുകളിൽ വളർത്തുന്ന 2 നായ്ക്കളെ കടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. വെറ്റിനറി ഡോക്ടറെ വിളിച്ചു. അപ്പോൾ അതിന് വീടുകളിൽ വളർത്തുന്ന നായ്ക്കൾക്ക് വെറ്റിനറി ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാക്സിൻ കൊടുത്തു. അതിനുശേഷം വെറ്റിനറി ഡോക്ടറെ തന്നെ വിളിച്ചു. ഡോഗ് സ്ക്വാഡ് കൊല്ലത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ അവരെ വരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയെയും വിളിച്ചറിയിച്ചിട്ടുണ്ട്. അവരവിടുന്ന് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ തെരുവുനായി അവിടെ തന്നെ ഉണ്ടെന്നാണ്, ഈ പട്ടി അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതിനെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പഞ്ചായത്തിലെ പൂങ്കോട്, പുത്തൻവിള, ചടയമംഗലം പഴയ KSRTC ബസ് സ്റ്റാൻഡ്, അതുപോലെ നമ്മുടെ മേടയിൽ ജംഗ്ഷൻ, MG സ്കൂളിൻ്റെ ഭാഗം, അതുപോലെ മാടന്തറ ഭാഗം, ഈ മേഖലകളിലൊക്കെ തന്നെ ധാരാളം തെരുവ് നായ്ക്കളെ കണ്ടുവരുന്നുണ്ട്. ഇതിൽ പഞ്ചായത്ത് എന്ത് നടപടി സ്വീകരിച്ച് ഇതിനെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ എന്ത് നിയമ നടപടിയാണ്, അല്ലെങ്കിൽ എന്ത് നടപടിയാണ് ഇതിനകത്ത് കൈക്കൊള്ളാൻ പോകുന്നത്? നമുക്ക് 2021-22 സാമ്പത്തിക വർഷത്തിൽ നമ്മൾ പ്രോജക്റ്റ് വെച്ചുകൊണ്ട് തെരുവ് നായ്ക്കളുടെ എണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ABC പ്രോജക്റ്റ് വെച്ചു. അത് നമ്മുടെ പഞ്ചായത്തിൽ നല്ല രീതിയിൽ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞു. എന്നാൽ 22-23 വർഷം ആ സമയമായപ്പോൾ നമ്മുടെ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഓർഡർ വന്നു. അതായത് ഈ തെരുവ് നായ്ക്കളെ വന്ധീകരിക്കുമ്പോൾ ശീതീകരിച്ച റൂം ഉൾപ്പെടെ ചെയ്തുകൊണ്ട് വേണം ചെയ്യുവാനെന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ലാസ്റ്റ് സമയത്താണ് അങ്ങനെ ഒരു ഓർഡർ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ആ വർഷം ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പം തെരുവ് നായ്ക്കളെ വന്ധീകരിക്കുന്നത് പഞ്ചായത്തിൽ നിന്ന് മാറ്റിയിട്ട് ബ്ലോക്കിനും ജില്ലയ്ക്കുമാണ് അതിൻ്റെ ഇതിപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഞ്ചായത്തിൽ പ്രോജക്റ്റ് അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് ജില്ലയ്ക്ക് കൈമാറുന്ന തരത്തിലേക്കാണ് പ്രോജക്റ്റ് വെച്ചിട്ടുള്ളത്. തെരുവ് നായ്ക്കളെ അല്ലാതെ കൊല്ലുന്നതിനോ ഒന്നും നമുക്കിപ്പോൾ പഞ്ചായത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനൊരു നിയമം നിലവിലില്ല. ഇപ്പോൾ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് ചേർന്നുകൊണ്ട് സംയുക്തമായിട്ട് ഫണ്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തും ഫണ്ട് വെച്ചിട്ടുണ്ട്. നന്ദി, നമസ്കാരം.